Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Good morning to all, good afternoon to all. അപ്പോൾ നമ്മൾ ഈ ഫറാസോയുടെ ഈ വേദിയിൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇന്നലെ ഇവിടെ നാം ചർച്ച ചെയ്ത ജീവിതം ഇതുവരെ, അതായത് സയ്യിദുന ഖലീൽ ഇബ്രാഹിം ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇതുവരെയുള്ള ജീവിതം എന്ന പ്രമേയത്തിൽ ഗിരീഷ് കുമാർ എഴുതിയ ആ പുസ്തകത്തെ നാം ഇവിടെ അവലോകനം ചെയ്ത് നാം ഇവിടെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ചില ഭാഗങ്ങളും മറ്റു ചില ഭാഗങ്ങളും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ഈ ഒരവസരത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ധാരാളം പറഞ്ഞത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് തങ്ങൾ ഉസ്താദിൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നതല്ല. വലിയ ഉസ്താദിന് ആ ഒരു കാലത്തിൽ നിന്ന് ഈ ഒരു കാലത്തിലേക്കുള്ള വലിയൊരു മുന്നേറ്റത്തിന് കാരണം തന്നെ വലിയ ഉസ്താദിൻ്റെ ഗ്രേറ്റ് ലീഡർഷിപ്പ് തന്നെയാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തെ വളരെ ഉന്നതമായ രീതിയിൽ വളരെ മെച്ചപ്പെടുത്തി എങ്ങനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാം എന്ന് ആ ഒരു ചിന്തയാണ് ഈ ഒരു നവസമൂഹത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന മഅദിൻ അക്കാദമി. കേവലം ഒരു പള്ളി ദർസിൽ നിന്ന് തുടങ്ങി 114 വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങി ഇപ്പോൾ 34,000 പരം വിദ്യാർത്ഥികൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഅദിനെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അടിച്ചു കയറുകയാണ്. നമുക്ക് തന്നെ അറിയാം, വലിയ ഉസ്താദ് നമ്മൾ ഏതൊരു വേളയിലേക്കും വിളിക്കുകയാണെങ്കിലും അവിടെ നമ്മളെ കൊണ്ട് പ്രസംഗിക്കുകയും അവിടെ നമുക്ക് വെച്ച് ഉപഹാരങ്ങൾ നൽകുകയും നമ്മുടെ കഴിവിനെ എങ്ങനെയെല്ലാം വളരെ ഉന്നത രീതിയിലെത്തിക്കാം എന്ന് ഉസ്താദിൻ്റെ ആ ഒരു ചിന്ത കൊണ്ടാണ് ഉസ്താദ് എപ്പോഴും പ്രസംഗം പറയിപ്പിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങൾ നിരന്തരമായി നൽകുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ കാലങ്ങളിലേക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഉസ്താദ് നമ്മുടെ പായ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഉസ്താദായ പെരുമുഖം ബീരാങ്കോയ മുസ്ലിയാർ ഉസ്താദ് അവറുകളെ മലപ്പുറത്തിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം നമ്മുടെ തങ്ങൾ ഉസ്താദ് കുറച്ച് മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ പള്ളിയിലിരിക്കുന്ന വലിയ ഉസ്താദിൻ്റെ മുമ്പിലൂടെയാണ് പെരുമുഖം ബീരാങ്കോയ മുസ്ലിയാർ കടന്നു പോകുന്നത്. അപ്പോൾ ബീരാങ്കോയ ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ വളരെ സമയം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉസ്താദിൻ്റെ അടുത്തിലേക്ക് പോവുകയും അവിടുന്ന് ആശീർവാദങ്ങൾ വാങ്ങുകയും ചെയ്യുകയാണ്. ഉസ്താദിൻ്റെ ഉസ്താദുമാരായ ഉസ്താദുമാരോട് ഉസ്താദ് എങ്ങനെയെല്ലാമാണ് പെരുമാറിയത്, ഇതിനെല്ലാം കാരണമായാണ് ഉസ്താദ് അന്നത്തെ ആ ജീവിതത്തിൽ നിന്ന് ഇന്ന് കാണുന്ന വലിയ ഉസ്താദ്, ലെക്സസിൽ നിന്ന് ഇറങ്ങുന്ന വലിയ ഉസ്താദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ്. മറ്റൊരു കാര്യം എടുത്തു നോക്കുമ്പോൾ വലിയ ഉസ്താദിൻ്റെ ജീവിതം തന്നെ നമുക്ക് ഇന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു റോൾ മോഡലാണ്. അതായത് നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് പോലെ വേറെ ഏതോ രാജ്യത്തുള്ള തെമ്മാടികളെ റോൾ മോഡലാക്കുന്നതിന് പകരം കൃത്യമായി ഈ ഒരു നവസമൂഹത്തെ നമുക്ക് റോൾ മോഡലാക്കാൻ കഴിയുന്നത് സയ്യിദുന ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിനെയാണ് എന്നുള്ളതിൽ ഒരു തീർച്ചയുമില്ല, വളരെ തീർച്ചയാണ്. അതിന് ഒരു അഭിപ്രായവുമില്ല. വലിയ ഉസ്താദിൻ്റെ ജീവിതം ഇതുവരെയുള്ള ജീവിതമാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയുള്ള ജീവിതം നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.